ഒരു ഉച്ചമയക്കം കഴിഞ്ഞ് നല്ല റിലാക്സിങ് മോഡില് ഞാനും അമ്മയും കുട്ടികളും അനിയനും ഞങ്ങൾ എല്ലാവരും ഇരുന്ന് പഴയ കഥകളൊക്കെ സംസാരിക്കുമായിരുന്നു കേട്ടോ. അതിനിടയിൽ പൊന്തി വന്ന ഒരു കഥയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ സാരാംശം. പണ്ട് സ്കൂള് വിട്ട് വന്നു കഴിയുമ്പം എന്തെങ്കിലും പലഹാരം കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലായിരുന്നു. പൊതുവെ എന്തെങ്കിലുമൊക്കെ അമ്മ ഉണ്ടാക്കി വെക്കും. അമ്മ ഉണ്ടാക്കി വെക്കാത്ത ദിവസം സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാകും. അന്നേരം തന്നെ ഞാൻ അനിയന്റെ പുറയിൽ നടക്കാൻ തുടങ്ങുവേ. പ്ലീസ് താ ഒന്ന് പോയി ബജ്ജി വാങ്ങിത്താടാ എന്ന് പറഞ്ഞ് പുറകെ നടന്ന് കാല് പിടിച്ച് അവനെ വിട്ടിട്ട് ബജ്ജികൾ വാങ്ങിപ്പിക്കുവേ. കൊരട്ടി ജംഗ്ഷനില് ബജ്ജീസ് വിൽക്കുന്ന ഒരു അപ്പൂപ്പന്റെ ചെറിയ ഉന്തുവണ്ടി ഉണ്ട്. അതായിരുന്നു ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട്. നല്ല മസാലയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന എഗ് ബജ്ജിയും മുളക് ബജ്ജിയും അതേപോലെ തന്നെ ഉള്ളിവടയും പഴംപൊരിയൊക്കെ ആയിരുന്നു കേട്ടോ അവിടുത്തെ സ്പെഷ്യൽ. അങ്ങനെ പെട്ടെന്നൊരു ദിവസം മുതല് ആ ഷോപ്പ് ഓപ്പൺ ചെയ്യാതായേ. ആ ഉന്തുവണ്ടി മാത്രം ക്ലോസ്ഡ് ആയിട്ട് വർഷങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും അതവിടെ കാണാതെ ആയേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ബജ്ജി സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ നിന്നായിട്ട് ബജ്ജി വാങ്ങല്. ഇന്നിപ്പോ എന്തായാലും ഞങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാനായിട്ട് ഒരു ഉദ്ദേശവും ഇല്ലേ. ഈ കഥയുടെ ഒടുവില് എന്റെ അനിയന്റെ ഒരു ക്വസ്റ്റ്യൻ, ഡോ ഇന്ന് കോളിഫ്ലവർ 65 ഉണ്ടാക്കാവോ? പക്ഷെ ഒരു കണ്ടീഷൻ, റെസ്റ്റോറന്റിലെ സെയിം ടേസ്റ്റ് തന്നെ കിട്ടണം കേട്ടോ. അങ്ങനെ പറഞ്ഞാ പിന്നെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാനും രണ്ടും കൽപ്പിച്ച. അപ്പൊ ഡീറ്റെയിൽഡ് റെസിപ്പി ദാ പിടിച്ചു. ആദ്യം തന്നെ കോളിഫ്ലവർ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കണേ. നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. ഒരു ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കഴുകി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിനകത്ത് പുഴുവും വിഷാംശം ഒക്കെ പോകുമല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൂടി ഇടുക. ഒരു 5 മിനിറ്റ് ഇട്ട് ഈ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഈ ഒരു ഡിഷിന്റെ ടേസ്റ്റ് ഫുള്ള് ഇരിക്കുന്ന ഈ ബാറ്ററിലാട്ടോ. ഇത് കുളമായി കഴിഞ്ഞാൽ ഫുള്ള് സംഭവം കുളമായി പോവേ. സെയിം പ്രപ്പോർഷനില് നമുക്ക് മൈദയും അതേപോലെ അരിപ്പൊടി എടുക്കണം. അരിപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലോർ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ തന്നെ 2 സ്പൂൺ കടലമാവ് കൂടെ എടുക്കണേ. മസാല ഐറ്റംസില് കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു ഇത്തിരി ഗരം മസാലയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ടിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാവേ. ഇനി അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതേപോലെ കുറച്ച് സോയാ സോസും കൂടെ ഒഴിക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറോട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാവേ. ഇത് ഡീപ് ഫ്രൈ ചെയ്ത് കോരി എടുത്ത് മാറ്റി വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് ചാറ്റ് മസാലയോട് ഇട്ട് കഴിഞ്ഞാൽ സംഭവം കളറാണ് കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് ചാറ്റ് മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചാറ്റ് മസാല ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്തേ. ഇതി ഒന്നൊന്നേ തൊടാതെ വറുത്തെടുക്കണമെങ്കിൽ ഓരോന്നോരോന്നിട്ട് വറുത്ത് കോരണ്ടേ. എനിക്കാണെങ്കിൽ ക്ഷമയൊട്ടുമില്ല. അതുകൊണ്ട് തന്നെ പകുതി ആയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഇഷ്ടപ്പെടാതായി തുടങ്ങിട്ടോ. പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചു, അമ്മേ ഒന്ന് വറുത്ത് കോരിത്താമ്മേന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ട് നൈസായിട്ട് ഞാൻ സ്കൂട്ടായിട്ടോ. പിന്നെ വാരിപ്പറക്കി തിന്നുന്നത് മാത്രമായിരുന്നു എന്റെ ഡ്യൂട്ടി. ഇതൊരെണ്ണം എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കാൻ തോന്നേ. എത്ര കിട്ടിയാലും മതി വരില്ല. ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കാവേ. ജസ്റ്റ് ട്രൈ ദിസ്. അടിപൊളിയാട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.